കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, കുടുംബം ദേവാലയമാകുവാനായിട്ട് സ്ഥാപിക്കേണ്ട രണ്ടാമത്തെ തൂണ് സമാധാനം എന്ന തൂണാണ്. നമുക്കറിയാം, കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ മക്കൾ ശരിയായ ദിശയിൽ വളരുകയില്ല. എന്താണ് സമാധാനം എന്നുള്ളത് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. സമാധാനത്തെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഡെഫിനിഷൻ എങ്ങനെയാണ്? നമ്മുടെ മനസ്സും ഹൃദയവുമെല്ലാം പരസ്പരം അനുരഞ്ജനപ്പെട്ട് മനസ്സ് സ്വസ്ഥതയിൽ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് സമാധാനം. അപ്പോൾ ഒരു അനുരഞ്ജനത്തിലായിരിക്കണം എപ്പോഴും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ മാതാപിതാക്കൾ തമ്മിൽ, മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു അനുരഞ്ജനത്തിൻ്റെ അവസ്ഥയിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്തുലനാവസ്ഥ, മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സ്വസ്ഥത, അതിൻ്റെ പേരാണ് സമാധാനം. അപ്പോൾ സമാധാനം, ശരിയായ സമാധാനം നമുക്ക് നൽകുന്നത് ഈശോ മാത്രമാണ്. പ്രിയം നിറഞ്ഞവരെ, മാനുഷികമായ സമാധാനത്തിൻ്റെ അപ്പുറത്ത് ലോകം നൽകുന്ന സമാധാനമല്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്ന പോലെ സമാധാനമല്ല. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കും: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു അപകടം എന്ന് പറയുന്നത്, അത് പലപ്പോഴും ഭയത്തിലും ഒപ്പം തന്നെ ആകുലതയിലും, കൃത്യമായി പറയുന്നു, ഭയത്തിലും ഹൃദയം അസ്വസ്ഥമാകുന്നു. നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, അസ്വസ്ഥതയിലും ചെന്ന് നിൽക്കുന്ന സമാധാനമാണ് ലോകത്തിന് സമാധാനം. ക്രിസ്തു നൽകുന്ന സമാധാനം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭയത്തെയും അസ്വസ്ഥതയുമെല്ലാം അതിജീവിക്കുന്ന സമാധാനമാണ് ഈശോ നൽകുന്ന സമാധാനം. അപ്പോൾ ഈശോ നൽകുന്ന സമാധാനത്തെ മുറുകെ പിടിക്കുക. ഈശോ ആകുന്ന സമാധാനത്തെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ, ഈശോയെ എൻ്റെ കുടുംബത്തിൻ്റെ കേന്ദ്രമാക്കി ആ സമാധാനത്തെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ എൻ്റെ കുടുംബം വളരെ സ്വസ്ഥമായി തീരുന്നു. അവിടെ തീർച്ചയായിട്ടും പരസ്പരമുള്ള ബന്ധം ആഴപ്പെടുന്നു. മക്കളും മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ദൃഢമേറിയ ബന്ധമായി തീരുന്നു. ഒപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ സമാധാനം ഈശോ നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫലമാണ് സമാധാനം. ആത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സമാധാനം ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ അസ്വസ്ഥതകളെയും ഭയത്തെയും അതിജീവിക്കുന്ന സമാധാനത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിരന്തരം എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുക. പ്രിയം നിറഞ്ഞവരെ, ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തെ അത് ദേവാലയമാക്കി മാറ്റുന്നതായിരിക്കും. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, ജീവിത പങ്കാളിയെ, മക്കളെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് നൽകുന്ന സമാധാനത്തിൻ്റെ പുറകെ പോകുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. ലോകം നൽകുന്ന സമാധാനത്തിന് പിറകെ പോകുമ്പോൾ അത് അസ്വസ്ഥതയിലും ഭയത്തിലും ചെന്ന് നിൽക്കുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അങ്ങാകുന്ന സമാധാനത്തെ പിന്തുടരുമ്പോൾ, അനുഗമിക്കുമ്പോൾ, അങ്ങ് നൽകുന്ന സമാധാനം, പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന സമാധാനത്തെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഇതാ ദേവാലയമായി തീരുന്നു. മക്കൾ ഉത്തമ പൗരന്മാരായി ശരിയായ ദിശയിലൂടെ വളരുവാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോനാഥ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചാലും, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചാലും, സമാധാനത്തിന് വഴിയിലൂടെ ചരിച്ച് മനസ്സും ഹൃദയമൊക്കെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ അനുരഞ്ജനപ്പെട്ട് ദൈവവുമായും മനുഷ്യരുമായും പ്രകൃതിയുമായൊക്കെ അനുരഞ്ജനപ്പെട്ട് ഒരു സന്തുലനാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരായി ഞങ്ങൾ മാറട്ടെ. നന്ദി യേശുവേ, സ്തുതി യേശുവേ, സ്തോത്രം യേശുവേ, മഹത്വം, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്.
ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.